പള്ളി കേരളത്തിലെ മലബാറിലെ പള്ളികളിൽ ഏറെക്കുറെ ആദ്യകാലത്ത് വന്നൊരു പള്ളിയാണ് മനസ്സിലാണ്. നമുക്ക് രേഖ കൊണ്ട് പറയാൻ കഴിയുന്നത് ഹിജറ 1057 ആണ്. എന്ന് എന്നേക്ക് 307 വർഷം. പക്ഷെ അത് പുനരുദ്ധീകരിച്ച കാലമാവാം, അതിനുമുമ്പ് പള്ളി ഉണ്ടാകുന്നത് മനസ്സിലാകുന്നു. ആദ്യകാല കേരളത്തിലെ പള്ളികളൊക്കെ പുഴയോരങ്ങളിലാണ്. ആ സാധ്യത കൊണ്ട് ഇതും വളരെ പഴക്കം ചെന്ന പള്ളിയാണ്. പിന്നെ പള്ളി ഒന്നുകൂടി വിപുലീകരിച്ച് ഇപ്പോഴുള്ള ഡോറൊക്കെ വെക്കുന്നത് ഹിജറ 1109 ഒരു 52 വർഷം കൂടി കഴിഞ്ഞിട്ടാണ്. അതാണ് ഏറ്റവും അവസാനം നടന്ന ഏറ്റവും വിപുലീകരണം. അത് പണ്ട് കാലങ്ങളിൽ ട്രാൻസ്പോർട്ടേഷൻ പുഴ മുഖേനയാണല്ലോ. അപ്പോൾ അത് പള്ളി മാത്രമല്ല, ഞങ്ങളുടെ നാട്ടിൽ അങ്ങാടി പുഴൻ്റെ ഒക്കെ തീർന്നത് ഇപ്പോഴുള്ള അങ്ങാടിയല്ല. അന്ന് പുഴ വഴിക്കാണ് കോഴിക്കോട്ടേക്ക് സാധനം കൊണ്ടുവരുന്നത്. ഗതാഗതമാണ് ഈ കാരണം. പിന്നെ സംസ്കാരമൊക്കെ ലോകത്തിന് സംസ്കാരം തന്നെ പുഴവരങ്ങളെ ബന്ധപ്പെട്ടാണല്ലോ. കേരളത്തിൽ അറിയപ്പെടുന്ന പണ്ഡിതന്മാർ ഇവിടെ കുട്ടികൾ ദർശനത്താന്ന് ഞാൻ പറയാം. ദർശനത്തെ കാലഘട്ടം കഴിഞ്ഞ് പോയിട്ടുണ്ട്. അവർക്ക് നാട്ടുകാരെ ഭക്ഷണം കൊടുക്കും. ഹോസ്റ്റൽ സൗകര്യമൊന്നുമില്ല. നാട്ടുകാർ ഇതൊരു അന്തസ്സായി ഓരോ വിദ്യാർത്ഥിക്ക് ഭക്ഷണം കൊടുക്കാൻ ഏറ്റെടുക്കും. പിന്നെ അവരുടെ ഭക്ഷണവും ചെലവിന് വേണ്ടി വലിയ വലിയ തുക, ഭൂമി, നെല്ല്, വയലുകളൊക്കെ ഒഫറിന് അതിനുവേണ്ടി ദൈവപ്രീതി ആഗ്രഹിച്ചുകൊണ്ട് നീക്കിവെക്കുന്ന അവസ്ഥ. പൊളിക്കാൻ തീരുമാനിക്കാൻ ഞങ്ങൾക്ക് ഈ പൈതൃക നിലത്ത് അങ്ങേറ്റ ആഗ്രഹമുണ്ട്. പക്ഷേ പിന്നെ ഏതൊരു വസ്തുവിനുണ്ടല്ലോ കാലപ്പഴക്കം. ഇപ്പം 350 വർഷം പഴക്കം ചെന്നുകൊണ്ട് മരങ്ങളൊക്കെ ദ്രവിച്ച് വീഴുന്നു. അപ്പോൾ ഞങ്ങൾ 2-3 വർഷമായിട്ട് ഈ രൂപത്തെ നിലത്ത് തന്നെ ശക്തമായ കീടനാശിനി ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ ഞങ്ങൾ നിസ്കരിക്കുമ്പോൾ സുജൂദ് ചെയ്യുമ്പോൾ ശരിക്കും അതിൻ്റെ ദുർഗന്ധം വരെ വരുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ അത് ഗത്യന്തരം ഇല്ലാത്തതുകൊണ്ടാണ് ചെയ്യുന്നത്. പക്ഷെ ഞങ്ങൾ സാധ്യമായത്ര ആ പൗരാണിക പഴയ അവസ്ഥ നിലനിർത്താൻ ശ്രമിക്കുന്നുണ്ട് പുതിയ സെക്ടറിൻ്റെ ഭാഗമായിട്ട്. മുഖ്യമായും പള്ളിയുടെ മുമ്പിലെ വാതിൽ അത് വളരെ ആകർഷകമാണ്. അത് അറബി പദ്യമാണ്. അത് ഡോറിൻ്റെ മേലുള്ളത് ഒരു പദ്യമാണ്. അത് ഈ പള്ളി നിർമ്മിച്ച ആളുകൾക്ക് ദൈവപ്രീതി കിട്ടട്ടെ എന്നർത്ഥം വരുന്ന പ്രാർത്ഥനയും അതിൽ 1909 റജബ് 20 അല്ലേ കൊടുത്തിട്ട് ഒരു പുതുക്കി പണിത അത് ഞങ്ങൾ സംരക്ഷിക്കും. പിന്നെ മിമ്പറുണ്ടല്ലോ, ഞങ്ങൾ കണ്ടിട്ടുണ്ടാവും പ്രസംഗിക്കണം. അത് ഒരു സ്വന്തമായ നല്ല മനോഹരമായ സ്തൂപ്പാണല്ലോ, അത് നിലനിർത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നേണ്ടി വരുമല്ലോ എല്ലാവരും. നമ്മൾ വീടുകളൊക്കെ നമ്മളിപ്പോൾ കോൺക്രീറ്റ് ആക്കില്ല, അതുപോലെ പള്ളി മാറ്റേണ്ടി ഒന്നുകൊണ്ടാണ് മാറ്റുന്നത്. പിന്നെ സ്ഥല സൗകര്യം ഇല്ല. ഇപ്പോൾ കൊള്ളുള്ളൂ. ഞങ്ങൾ പ്ലാൻ ചെയ്ത് 1125 ആളോളം പള്ളി ഉണ്ടാക്കാൻ ഞങ്ങൾ നാട്ടിൽ നിന്ന് തന്നെ ഒക്കണം എന്നാണ് നമ്മൾ ആശ. ഈ പെരുന്നാൾ കഴിഞ്ഞാൽ ഇത് പൊളിക്കുക. ഇത് പൊളിക്കുമ്പോഴേക്ക് താൽക്കാലിക ഷെഡ് കിട്ടി ഇവിടെ തന്നെ ഫോട്ടോ 1-2 ആദ്യം എടുത്ത് വെച്ചു. വീട് മാറിപ്പോയിട്ടുണ്ട്. എന്നിട്ടും അതിൻ്റെ ഇതിലെ പരിസരത്തുള്ള ആൾക്ക് സ്ഥലം പോരാത്തതുകൊണ്ടാണ് ഇപ്പോൾ പലരും ഫോട്ടോ പിടിച്ച് പോകുന്നുണ്ട്. നാളെ തന്നെ പലരും അതിന് ഡൊണേഷൻ പല സ്ഥലത്തു നിന്ന് പൊളിക്കുന്നുണ്ട്, പുതിയ ഉണ്ടാക്കുന്ന കേട്ടോ അയക്കാനും കിട്ടാനും തുടങ്ങിയിട്ടുണ്ട്. ഈ ഭാഗത്തുള്ള സ്ത്രീകൾ മുഴുവനോ പള്ളി പോയിൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട്. എല്ലാ സ്ത്രീകളും ആ കാലത്ത് പഴയ ആശാരിമായിട്ട് ചെയ്ത പണികളാണ്. അത്ര വൃത്തിയായിട്ട് വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഗവൺമെൻറ്റിൻ്റെ കീഴിലായി കുടിത്തൂർ ജമാഅത്ത് പള്ളി എല്ലാ വിഭാഗം മുസ്ലിങ്ങൾക്കും പ്രാതിനിധ്യമുള്ള ഒരു പള്ളിയാണ്. അതോടൊപ്പം പിന്നെ മുസ്ലിങ്ങളിൽ ഞങ്ങളെ ഭരണഘടനയെ വ്യക്തമായിട്ട് എഴുതി വെച്ചത് ഖുർആനും ഹദീസുമാണ് ഞങ്ങളെ ഭരണം. അപ്പോൾ തർക്കം വരുമ്പോൾ ഞങ്ങൾ അതിമേ തീർക്കും. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾക്കിടെ തർക്ക പ്രശ്നങ്ങൾ ഞങ്ങൾ ഇടപെടാറില്ലെങ്കിലും ഇപ്പോഴിവിടെ പിന്നെ ഖുത്ബ പ്രാദേശിക ഭാഷയിലാണ് നിർവഹിച്ചിരുന്നത്. അതൊരു വിഭാഗത്തിൻ്റെ അഭിപ്രായം. ഞങ്ങൾ തന്മയത്വം അതിലുണ്ട്. അതിന് നിർബന്ധ ഘടകങ്ങൾ ഫർള് എന്ന് പറയും. അത് അറബി നിർവഹിച്ചുകൊണ്ട് തന്നെ ഉപദേശ ഭാഗം മലയാളത്തിൽ കൊടുത്തു. എൻ്റെ ഉപ്പയായിരുന്നു ഇവിടെ മുമ്പത്തെ കാലം അബ്ദുൽ അസീസ് മൗലവി. പൂർവികരായിട്ട് തന്നെ അങ്ങനെ പൊന്നാനി എന്നുള്ള പണ്ഡിതന്മാരാണ് ഇവിടെ ഖാദിസ്ഥാൻ വെച്ചെന്നാണ് പറയപ്പെടുന്നത്. നമുക്ക് അതിൻ്റെ രേഖയൊന്നും നമ്മുടെ കയ്യിലില്ല. അത് പണ്ട് കാലങ്ങളിലൂടെ മലയാളത്തിലാണ് കുത്തുബ. കേരളത്തിലെ തർക്കം ഉൽപ്പാദിക്കുന്നതിന് മുമ്പേ പ്രാദേശിക ഭാഷ കുത്തുബുണ്ട്. അതുപോലെ സ്ത്രീകൾക്ക് ഇവിടെ ഇപ്പോഴത്തെ സൗകര്യമുണ്ട് ഇഷാ നമസ്കാരത്തിനും സുബഹി നമസ്കാരത്തിനും. അതിൻ്റെ അതപ്പ് മര്യാദ പാലിച്ചുകൊണ്ട് അവർ വേറെ നിന്ന് പോകുന്നുണ്ട്. പെരുന്നാൾ നമസ്കാരം ഞങ്ങൾ കുറച്ച് വർഷങ്ങളായിട്ട് ഈദ്ഗാഹായിട്ടാണ് നടത്തുന്നത്. എന്നുവെച്ചാൽ അത് ഇസ്ലാമിക ഏറ്റവും പുണ്യം അങ്ങനെയാണെന്നുള്ളതുകൊണ്ട് ഒരു ഗ്രൗണ്ടിൽ നിന്നാണ് നടത്തുന്നത്. പിന്നെ വലിയ പെരുന്നാൾ ഉദയ്യത്തുണ്ട്. അത് ഞങ്ങൾ വളരെ സംഘടിച്ച് വിതരണം ചെയ്തിട്ട് ബലി മാംസം വിതരണം ചെയ്തിട്ട് നാട്ടിലെ പാവങ്ങൾക്ക് കൊടുത്തിട്ടും ബാക്കി വരുന്നുണ്ട്. അത്രയ്ക്കും ജനപങ്കാളിത്തരുന്നുണ്ട്. മറ്റൊരു പ്രദേശം കാണാത്തതാണ്. അതിന് കാരണം എന്താ വെച്ചാൽ എല്ലാവരും നമ്മൾ സഹകരിക്കും. കേരളത്തിലെ സംഘടനാ പ്രാതിനിധ്യം എല്ലാം ഇവിടെ ഉണ്ടെങ്കിലും എല്ലാവരും സഹകരിക്കുന്ന ഇതുപോലത്തെ പള്ളിവർക്കാണ്. അതുകൊണ്ടാണ് ഇത്ര അധികം കിട്ടുന്നത്.
ചെറിയ പെരുന്നാളിന് അരി ഫിത്ർ സക്കാത്ത് കിട്ടും. അതും ഞങ്ങൾ നന്നായിട്ട് വീട് കൊടുത്താലും മിച്ചമുള്ളതുകൊണ്ട് ഇത് വേണ്ടത്ര കിട്ടാത്ത പരിസരമല്ല കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും പണക്കാരായതുകൊണ്ടല്ല, എല്ലാവരും പങ്കെടുക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ മുജാഹിദ് സുന്നി ജമാഅത്ത് എല്ലാ ഒന്നിച്ച് പങ്കെടുക്കുന്ന ഒരു മഹല് കേരളത്തിൽ വേറെ ഇവിടെ തന്നെ അല്ല ഇതേമാതിരി ഒരു മരം കൊത്തിയിട്ട് റൗണ്ട് ചെയ്തിട്ടുള്ളിൽ ഇങ്ങനെ 2 കുത്തിയിട്ടുണ്ടാക്കണം. ഇതുമാതിരി കുറേ പണികൾ മുകളിലുണ്ട്. അതുകൊണ്ട് അതിൻ്റെ മുകളിൽ വെക്കാനേ നമുക്ക് ആശയുണ്ടായിന്. സൗകര്യം കിട്ടിയാൽ വെക്കണം. കൊത്തില്ല എന്താണ് മറ്റേതാണ് മറ്റേ ഇൻവേറ്ററിൻ്റെ ഫോട്ടോ എടുക്കണം.